ഇന്ന് നമുക്ക് പച്ചമുന്തിരി കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കാം. ഇതിൽ കുക്കിംഗ് ഇല്ല, എണ്ണയാണെങ്കിൽ ഒട്ടും യൂസ് ചെയ്തിട്ടില്ല. ഇപ്പം നമുക്ക് ധാരാളം പച്ചമുന്തിരി കിട്ടുന്ന സമയമാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ല പുളിപ്പായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ഒരു അച്ചാർ ഉണ്ടാക്കാം. അപാര ടേസ്റ്റാണ് കേട്ടോ ഈ അച്ചാറിന്. പക്ഷെ ഇത് ഇൻസ്റ്റന്റ് പിക്കിളല്ല, കൂട്ടി വെച്ചിട്ട് 3-4 ദിവസത്തിനുള്ളിൽ സെറ്റാക്കി എടുക്കുക ചെയ്യാം. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിക്കോളൂ. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കിലോ പച്ചമുന്തിരിയാണ്. ഇതിൽ സ്വീറ്റ് ആയിട്ടുള്ള മുന്തിരിയുണ്ട്, നല്ല പുളിയുള്ള മുന്തിരിയുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ. മുന്തിരി നന്നായി കഴുകി തുടച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലുള്ള വലിയ മുന്തിരിങ്ങയൊക്കെ ഒരു പകുതിയായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതൊക്കെ അതേപടി ഇട്ടിട്ടുണ്ട്. ഈ അച്ചാറിലേക്ക് എരിവിനായി ഞാൻ എടുത്തിട്ടുള്ളത് കാന്താരിയാണ്. കാന്താരിയാണ് ഇതിന് ബെസ്റ്റ് ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. ഇത് കിട്ടിയില്ലെങ്കിൽ മാത്രം പച്ചമുളക് എടുത്താൽ മതി. കാന്താരി ഒന്ന് ചെറുതായിട്ട് കീറി കൊടുത്തിട്ടുണ്ട്. അത് അച്ചാറിലേക്ക് എരിവ് പെട്ടെന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വഴറ്റൊന്നും ഇല്ലല്ലോ. 50 ഗ്രാം കാന്താരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് മുന്തിരിങ്ങയുടെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 25 ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നല്ല കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ തുടച്ചിട്ട് മുന്തിരിയുടെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് അതിൻ്റെ രുചി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി രുചികളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ബ്രൗൺ ഷുഗറോ ശർക്കരയോ ചേർത്ത് കൊടുക്കാം. പക്ഷെ എനിക്ക് രുചി തോന്നിയിട്ടുള്ളത് പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴാണ്. അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് എള്ളാണ്. ഒരു ചെറിയ തീയിലിട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. ഇതായിപ്പം പാനിൽ ഇളം തീയിൽ വെച്ചിട്ടുണ്ട്. എള്ളൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യാം ഫ്ലെയിം. എന്നിട്ട് ആ ചൂടിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇളക്കാം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് 60 മില്ലി വിനാഗിരിയാണ്. ഏത് തരം വിനാഗിരി വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ നാരങ്ങ നീരൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നും ഉപ്പ് ഒരിത്തിരി അധികമാണെന്ന് തോന്നും. പക്ഷേ 4 ദിവസം ഇരുന്ന് ഇതിലെ കഷ്ണങ്ങളൊക്കെ ഉപ്പ് വലിച്ചെടുത്ത് കഴിയുമ്പോൾ പാകമായിട്ട് തന്നെ വരും. ഇനി നിങ്ങൾക്ക് ആ സമയത്ത് 4 ദിവസം കഴിഞ്ഞിട്ട് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അന്നേരം ഉപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഞാനൊരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നല്ല എയർ ടൈറ്റ് ആണ്. ഇത് ഞാൻ നല്ല കഴുകി തുടച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയതാണ് കേട്ടോ ഈ കുപ്പി. ഒരു നല്ല ഗ്ലാസ് ബോട്ടിലോ സെറാമിക് ബോട്ടിലോ മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കരുതേ. പിക്കിള് മുഴുവനായിട്ടും ബോട്ടിലേക്ക് നിറയ്ക്കുക. ബാക്കി അടിയിൽ വരുന്ന വെള്ളവും അത് മുന്തിരിങ്ങയുടെയും വിനാഗിരിയുടെയും ഒക്കെ സത്താണ്. അതും കൂടെ ബോട്ടിലേക്ക് നിറച്ചു കൊടുക്കുക. അത് കളയരുത്. നിങ്ങളുടെ കയ്യിലുള്ള ബോട്ടിൽ എയർ ടൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു നല്ല ക്ലീൻ ക്ലോത്ത് കൊണ്ട് മേലെ വിരിച്ചിട്ട് അതിന് മേലെ അടപ്പ് വെച്ച് അടച്ചാൽ മതി. എൻ്റെ കയ്യിലുള്ള ബോട്ടിൽ നല്ല എയർ ടൈറ്റ് ആണ്, അതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ക്ലോത്ത് യൂസ് ചെയ്യുന്നില്ല. ഇനി നന്നായിട്ട് അടപ്പ് അടച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കണം. എന്നും രാവിലെയും വൈകിട്ടും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അച്ചാറ് സെറ്റ് ആവുന്നത് വരെ. ഇത് കാണുമ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ഉപ്പിലിട്ടതല്ലേ എന്ന്. പക്ഷേ ട്രഡീഷണലി ബ്രൈനിങ് അഥവാ ഉപ്പിലിടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉപ്പ് മാത്രമേ ചേർക്കുള്ളൂ. അതിൽ വരുന്ന ആസിഡ്, എന്ത് പച്ചക്കറിയാണോ നമ്മൾ ഉപ്പിലിട്ടത് അതിൽ നിന്ന് തനിയെ ഇറങ്ങി വരുന്ന ആസിഡാണ് ബ്രൈനിങ് പ്രോസസ്സിനെ അഥവാ ഉപ്പിലിടലിനെ സഹായിക്കുന്നത്. ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഉപ്പിലിടലിൽ അഥവാ ബ്രൈനിങ് പ്രോസസ്സിൽ ഉപയോഗിക്കാറില്ല. ഇനി നിങ്ങളിത് ഉപ്പിലിടൽ തന്നെയാണെന്ന് പറഞ്ഞാലും ഞാൻ അതിനെ ഖണ്ഡിക്കാൻ വരില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. എന്നാലും നിങ്ങൾ ഇത് ഒരു തവണയെങ്കിലും വെച്ചിട്ട് കഴിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയൂ കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ് ഇതിന്. പിന്നെ പറയാൻ വിട്ടുപോയി, റൈസ് വെറൈറ്റീസിൻ്റെ കൂടെയാണ് ഈ അച്ചാർ കഴിക്കാൻ ഏറ്റവും നല്ലത്.
4 ദിവസം കഴിയുമ്പോഴേക്കും ഇതാ ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. നന്നായി അതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി പാകത്തിന് വെള്ളമായി നിൽക്കുന്നുണ്ടാവും. കഷ്ണങ്ങൾക്കൊക്കെ അപാര ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് വെച്ച് നോക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.